അടങ്ങാത്ത ദാഹം നമ്മെ അടുത്ത ലെവലിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പ്രേരിപ്പിക്കും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ ദൈവസന്നിധി കൂടി വന്നിരിക്കുകയാണ്. എലീശായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വചനം 2 രാജാക്കന്മാർ 2:3. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. നോക്കിയേ, ഇപ്പം എലീശ മാത്രമല്ല ഈ കാര്യം അറിഞ്ഞിട്ടുള്ളത്, ഏലിയാവ് എടുക്കപ്പെടാൻ പോവാന്നുള്ളത്. സാധാരണ പ്രവാചകന്മാരല്ല അവർ. പ്രവാചക സ്കൂളുകളിൽ പ്രവാചകന്മാരുടെ കൂട്ടമാണുള്ളത്. ആ പ്രവാചക കൂട്ടത്തിനകത്തുള്ളവർ പ്രവചിക്കുന്നവരാ. ഒരു സാധാ പ്രവചനമല്ല അവർ ചെയ്യുന്നത്. നോക്കിയേ, ആ പ്രവാചക ശിഷ്യന്മാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഏലിയാവ് എടുക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഏലിയാവ് എടുക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഇതേ കാര്യം അവർ എലീശായോട് വന്ന് പറയും, നിന്റെ യജമാനൻ എടുത്തുകൊള്ളപ്പെടാൻ പോകുവാന്ന് നിനക്കറിയാമോ? അറിയാമോ? എലീശ പറഞ്ഞു, അറിയാം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്തുവാ അതിൻ്റെ അർത്ഥം? ആമേൻ, ഹല്ലേലൂയ. ആ പ്രവാചക ശിഷ്യന്മാർ പറയുക, ഞങ്ങൾക്കും അറിയാം ഏലിയാവ് എടുത്തുകൊള്ളപ്പെടാൻ പോകും. പക്ഷേ ഈ സേഫ് സോൺ വിട്ട് ഈ ബേഥേലെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം. ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവസാന്നിധ്യമുള്ള ഇടമാണ് ബേഥേൽ. ഈ ബേഥേൽ വിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയത്തില്ല. ബേഥേലിൽ തന്നെ ഞങ്ങൾ തുടരും, ഞങ്ങൾ ഇത് മതി. അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരിക്കലും അഭിഷേകത്തിന് പരിധി കൽപ്പിക്കരുത്, ആത്മീകതയ്ക്ക് പരിധി കൽപ്പിക്കരുത്. അഭിഷേകത്തിന് പരിധി കൽപ്പിച്ചാൽ അത് യഥേഷ്ടം ഒഴുകത്തില്ല, ക്രിയ ചെയ്യത്തില്ല. നോക്കിയേ, ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ അവർക്ക് ആ ലഭിച്ച കാഴ്ചപ്പാടിനകത്ത് അവർ ഒതുങ്ങിയപ്പോൾ അടങ്ങാത്ത ദാഹമുള്ള, ഒന്നുകൂടെ പറഞ്ഞ്, ഏലിയാവിന് പകരമാ എന്നെ അഭിഷേകം ചെയ്യേണ്ടത്, ആ ശുശ്രൂഷ ഇതുവരെയും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ഉൾപ്രേരണയോടുകൂടെ എലീശ ഏലിയാവിനോടൊപ്പം ചുവടുവെക്കുകയും അടുത്തൊരു മണ്ഡലത്തിലേക്ക് ദൈവനെ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് പരിമിതിയുള്ള ഒരാത്മീക ജീവിതവും ഒരാത്മീക ശുശ്രൂഷയുമല്ല. അടങ്ങാത്ത ദാഹം നമ്മുടെ മേലുണ്ടെങ്കിൽ ആ ദാഹം നമ്മെ അടുത്ത ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കും. ഹല്ലേലൂയ. നിന്റെ യജമാനനെ ദൈവം എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ചത് കണ്ടോ എലീശ? മിണ്ടാതിരിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കുക. ആമേൻ. ഏലിയാവ് എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ പ്രാപിക്കേണ്ട ചിലതുണ്ട്, നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടിയില്ല. യെസ്, മിണ്ടാതിരിക്കുക. കണ്ടോ? ഈ ദൈവശബ്ദം കേട്ട്, ഈ ദൈവശബ്ദം മനസ്സിലാക്കി എലീശ അവരുടെ കൂടെ തുടർന്നല്ല വായിക്കുന്നത്, ഏലിയാവിനോടൊപ്പം അടുത്ത ചില സ്റ്റെപ്പ് വെക്കാൻ അവൻ തയ്യാറായി. മുമ്പോട്ട് പോകുന്തോറും ഡിഫിക്കൽട്ടാ, പ്രയാസമുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അടങ്ങാത്ത ദാഹം അവനെ വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് വെക്കാൻ കരുത്തുള്ളവനാക്കി മാറ്റി. പ്രിയ ദൈവത്തിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതേ ഉള്ളൂ നിനക്ക് പ്രയാസം. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നീ വെക്കുമ്പോൾ ദൈവം നിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന നിനക്ക് കാണാൻ കഴിയും. ആ കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് മുന്നേ പോവും. ആ പാതയെ നോക്കി നീ അങ്ങ് പോയാൽ മതി, പരാജയപ്പെടത്തില്ല. കൈനീട്ടി പത്രോസിനെ, വെള്ളത്തിന്മേൽ നടന്നു വന്ന പത്രോസിനെ കർത്താവ് പിടിച്ചതുപോലെ കൈനീട്ടി കർത്താവ് പിടിക്കും. ഒരു സംശയമില്ല കേട്ടോ. ആ കർത്തൃകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം ഞങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അസാധാരണമായ ദൈവിക പവർ വ്യാപരിക്കട്ടെ, സാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കണം. ദൈവനാമം മാത്രം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന
വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.